ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനൊപ്പമുള്ള ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണന് നേരെ ചീത്തവിളിയും ഭീഷണികളും. പ്രതിഷേധ ക്യാമ്പയിൻ മൂലം റോബിന് നഷ്ടമായത് ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെ. ഒടുവിൽ റോബിൻ പ്രതികരിച്ചെത്തി. സംഖ്യയാണെന്ന് താൻ അഭിമാനത്തോടെ പറയുന്നുവെന്നും വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും താരം പറഞ്ഞു. റോബിന്റെ വാക്കുകൾ ഇങ്ങനെ: ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദർ സാറിനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സാറിൻ്റെ പേരും ഒരു ഹാർട്ടും മാത്രമായിരുന്നു ഞാൻ ഫോട്ടോയ്ക്ക് താഴെ കൊടുത്ത ക്യാപ്ഷൻ. ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത ശേഷം എൻ്റെ കമൻറ്റ് സെക്ഷനും ഡയറക്റ്റ് മെസ്സേജ് സെക്ഷനും മുഴുവൻ ഹേറ്റ് കൊണ്ട് നിറഞ്ഞു. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞ തെറിവിളി. ഒരുപാട് പേർ ഭീഷണിപ്പെടുത്തിയ അക്കൗണ്ടെല്ലാം ഞാൻ നോക്കിയിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. കാരണം ഞാനൊരു കൊച്ചുകുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും വ്യക്തിപരമായ ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യുകയോ എൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ ഞാൻ വന്നിട്ടില്ല. എൻ്റേത് എൻ്റെ വ്യക്തിപരമായ ഇഷ്ടമാണ്. എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ നിലപാടുകളും എല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ആരെ ഇഷ്ടപ്പെടണം, ആരെ പിന്തുണയ്ക്കണം എന്നതും വ്യക്തിപരമായ കാര്യമാണ്. റോബിൻ സംഖ്യയാണ്, ചാണകമാണ്, ചാണകത്തെ ചവിട്ടി ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് പറയുന്നത് കണ്ടു. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ. ഈ നിമിഷം ഞാൻ പറയുന്നു, എനിക്ക് ബി.ജെ.പി എന്ന പാർട്ടിയിൽ അംഗത്വം പോലുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നു, ബി.ജെ.പി എന്ന പാർട്ടി എനിക്കിഷ്ടമാണ്. നരേന്ദ്രമോദി സാറിന് ഇഷ്ടമാണ്. ലോകത്തെ ഏറ്റവും പവർഫുള്ളായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. പ്രചോദനമാണ് അദ്ദേഹം. അതുപോലെ ബി.ജെ.പി പാർട്ടിയും ഇഷ്ടമാണ്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനൊരു സംഖ്യയാണെന്ന് അഭിമാനത്തോടെ പറയും. അതിലെനിക്ക് പ്രശ്നമുണ്ടോ? അതിലൊരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. നിങ്ങൾ ആരും പെർഫെക്റ്റ് ആണെന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ഇടതുവശത്തും വലതുവശത്തുമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? അഴിമതിയൊന്നും ചെയ്യാത്തവരാണോ? നിങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? ബി.ജെ.പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് ഇത്ര പുച്ഛിക്കാൻ? പുച്ഛിക്കേണ്ട കാര്യമില്ല. പവർഫുള്ളാണെന്ന് തോന്നിയാൽ ഒപ്പം മത്സരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പേടിയാണ്. ബി.ജെ.പി എങ്ങാനും കേരളം ഭരിച്ചാലോ എന്ന് കരുതി. അങ്ങനെ ഒരു ദിവസം അധികം താമസിക്കാതെ വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്തു വയ്ക്കുന്നുണ്ട്.